ഹായ്, ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ് പാർട്ട് 2. ഇതിൻ്റെ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും പിന്നെ യൂട്യൂബ് ചാനൽ ഷോർട്സിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. മോർണിംഗിൽ നമുക്ക് ഈസി ആയിട്ട് ബിഗിൻ ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ബ്രീത്ത് കോൺഫിഡൻസ്. ഫീൽ കാം ആൻഡ് ഫീൽ കോൺഫിഡൻറ്റ്. ഈ ടിപ്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇനി ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളുടെ ഡോമിനൻ്റ് ഹാൻഡ് നമ്മൾ സ്റ്റൊമക്കിൽ പ്ലേസ് ചെയ്യുക. എവിടെയാണോ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് മോസ്റ്റ് നോട്ടീസബിൾ ആയിട്ടുള്ള ഏരിയ, അവിടെ നമ്മൾ ഡോമിനൻ്റ് ഹാൻഡ് വെക്കണം. പിന്നെ ഫുൾ റിലാക്സ്ഡ് ആയിരിക്കണം. അതിനുശേഷം ഫുൾ ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹാർട്ട് റേറ്റ് സ്ലോ ആവുകയും അതുവഴി നമുക്ക് കൂടുതൽ റിലാക്സേഷനും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാമായിട്ടും ഫീൽ ആകും. സോ ഇത് കുറച്ച് തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻറ്റ് നമുക്ക് കൂടും. അങ്ങനെ കോൺസെൻട്രേഷൻ ലെവൽ കൂടാനും നമ്മളിത് സഹായിക്കും. ഇനി നമ്മളുടെ പുതിയ ടിപ്പാണ് ന്യൂ പാത്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പുതിയ വഴികൾ. അതെ, പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും കാഴ്ചകളും ഉണ്ടായിരിക്കും. സോ യൂഷ്വലി ഉള്ള മോർണിംഗ് റൂട്ടീനിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യാസമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാം. ലൈക്ക് വർക്കിന് പോകുമ്പോൾ ന്യൂ റൂട്ട് എടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുക, അതല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പുതിയ റോഡിൽ കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഒരു വോക്കിന് പോവുക, ഒരു 5 minutes 10 minutes വോക്കിന് പോകുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് റണ്ണിങ്ങോ സൈക്ലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യാം. സോ ഇങ്ങനെയുള്ള നമ്മളെ കംഫർട്ടബിൾ റൂട്ടീനിലുള്ള സ്മോൾ ചേഞ്ചസിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ടിപ്സൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ചിയേഴ്സ് ടു പാർട്ട് 3.